മലയാള സിനിമയുടെ നാഴികക്കല്ലായ ചിത്രത്തിന്റെ തുടർച്ച. കോവിഡിൽ തിയേറ്ററിൽ നഷ്ടപ്പെട്ട രണ്ടാം ഭാഗത്തിന്റെ അനന്തരകഥ. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജോർജ് കുട്ടിയുടെ തിരിച്ചുവരവ്. മോഹൻലാലിനെ നായകനാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം 3 സംബന്ധിച്ച് പ്രതീക്ഷകൾ ഏറെയായിരുന്നു. പ്രേക്ഷകർ എന്തു പ്രതീക്ഷിക്കുന്നോ അതിനപ്പുറമുള്ള അനുഭവമാണ് ചിത്രം തിയേറ്ററിൽ സമ്മാനിക്കുന്നത്. കുടുംബത്തെ രക്ഷിക്കാൻ ഏറ്റും വരെയും പോകുന്ന ജോർജ് കുട്ടി ഇത്തവണ പ്രേക്ഷകരെ കൂടുതൽ ഞെട്ടിക്കുന്നു, വികാരാധീനരാക്കുന്നു. ഇമോഷണൽ കുടുംബചിത്രമെന്നാണ് ജീത്തു ദൃശ്യം 3 അവകാശപ്പെട്ടത്. അവകാശവാദങ്ങളോട് പൂർണ്ണമായും നീതി പുലർത്തുന്ന ചിത്രമാണിത്. രണ്ടാം പകുതിയിലെ അവസാന അരമണിക്കൂറിന് മുമ്പുവരെ. പിന്നീട് പതിവ് ജീത്തു ചിത്രത്തിന്റെ ട്രാക്കിലേക്ക് ചിത്രം കയറുന്നു. പ്രേക്ഷകർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ സ്ക്രീനിൽ തെളിയുന്നു. അത്ഭുതത്തോടെയല്ലാതെ പിന്നീട് സിനിമ കണ്ടുതീർക്കാൻ കഴിയില്ല. രണ്ടാം ഭാഗത്തിൽ ശാന്തി മായാദേവിയുടെ കഥാപാത്രം കോടതി മുറിയിൽ നിന്നതുപോലെ. സ്വന്തം മകന്റെ തിരോധാനക്കേസ് തെളിയിക്കപ്പെടാതെ പോയതിൽ മാനസികമായി തളർന്ന മുൻ ഐജിയായ ഒരമ്മയുടെ പ്രതികാരദാഹമാണ് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത്. പ്രമാദമായ വരുൺ വധക്കേസ് തെളിയിക്കാൻ ഇത്തവണ അപ്രതീക്ഷിതരായ ചില ആളുകൾ കടന്നുവരുന്നു. അവർക്കൊപ്പം മുരളി ഗോപി അവതരിപ്പിക്കുന്ന ഐജി തോമസ് ബാസ്റ്റിൻ ഐപിസും പോലീസ് സംവിധാനവുമുണ്ട്. പതിഞ്ഞ താളത്തിലാണ് ചിത്രം ആരംഭിക്കുന്നത്. ആദ്യ രണ്ടു ഭാഗങ്ങൾ എവിടെ നിർത്തിയെന്ന് ടൈറ്റിൽ ക്രെഡിറ്റിൽ സംവിധായകൻ പ്രേക്ഷകനെ ഓർമ്മിപ്പിക്കുന്നു. ലീനിയറായാണ് കഥാഗതിയുടെ സഞ്ചാരം. വരാനിരിക്കുന്നതിനെല്ലാം വിശദീകരണങ്ങൾ നൽകിയാണ് ചിത്രം പുരോഗമിക്കുന്നത്. അതിനിടെ ജോർജ് കുട്ടിക്കും കുടുംബത്തിനും കഴിഞ്ഞകാലങ്ങളിലുണ്ടായ മാറ്റങ്ങളും മാറ്റമില്ലായ്മയുമെല്ലാം നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തുവെക്കുന്നു. അതിനിടയിൽ ആദ്യഭാഗത്തെ ഓർമ്മിപ്പിക്കുന്ന ഹൃദ്യമായ കുടുംബമുഹൂർത്തങ്ങൾ ചിത്രത്തിൽ വന്നുപോകുന്നുണ്ട്. പ്രേക്ഷകൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവിലാണ് ആദ്യ പകുതി അവസാനിക്കുന്നത്. ഇവിടെ മുതൽ ചിത്രത്തിൽ ഒരു കഥാപാത്രം കടന്നുവരുന്നു. ആ കഥാപാത്രവും പുതിയ ദൗത്യത്തിനായി അയാളെ നിയോഗിച്ച വ്യക്തിയും അന്വേഷണം മുന്നോട്ടു കൊണ്ടുപോകാൻ സംവിധാനത്തിന്റെ സഹായം തേടുന്നതോടെ തന്റെ പിന്നിൽ വീണ്ടും പോലീസുകാരുണ്ടെന്ന് ജോർജ് കുട്ടിക്ക് മനസ്സിലാവുന്നു. പതിവുപോലെ അവിടുന്നങ്ങോട്ട് ജോർജ് കുട്ടിയും പോലീസും തമ്മിലെ മോസ് ആൻഡ് ക്യാറ്റ് കളിയാണ്. അതൊരിക്കലും ആദ്യ രണ്ടു ഭാഗങ്ങളിലേതുപോലെ ദൈർഘ്യമേറിയതല്ല. എന്നാൽ ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒട്ടേറെ വഴിത്തിരിവുകളിലൂടെ ചിത്രം കടന്നുപോവുകയും ചെയ്യുന്നു. കാണാനാഗ്രഹിക്കുന്ന മോഹൻലാലിനെ വീണ്ടും അവതരിപ്പിച്ചതാണ് ജീത്തു പ്രേക്ഷകന് നൽകിയ സമ്മാനങ്ങളിലൊന്ന്. അയാൾ ചിരിക്കുന്നു, ചിരിപ്പിക്കുന്നു, കുസൃതി കാട്ടുന്നു, കരയുന്നു, കരയിപ്പിക്കുന്നു, വില്ലനെ തല്ലുന്നു. അപ്പോഴെല്ലാം ജോർജ് കുട്ടിയേക്കാൾ കൂടുതൽ മോഹൻലാലിനൊപ്പമാണ് പ്രേക്ഷകൻ സഞ്ചരിക്കുന്നത്. മോഹൻലാലിന്റെ പ്രകടനവും തിരക്കഥയും മേക്കിങ്ങുമാണ് ചിത്രത്തിന്റെ ശക്തി. ജീത്തുവിന്റെ തന്നെ ഒടുവിലിറങ്ങിയ ചിത്രങ്ങളുമായും താരതമ്യം ചെയ്യുമ്പോൾ തിയേറ്റർ അനുഭവം സമ്മാനിക്കുന്നതിൽ മേക്കിംഗ് വളരെയേറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. വളരെ പരന്ന നേർരേഖയിൽ പോകുന്ന ചിത്രത്തെ അപ്രതീക്ഷിതമായി വഴിതിരിച്ചുവിടാനുള്ള ജീത്തുവിന്റെ അസാധാരണമായ ശേഷി മൂന്നാം ഭാഗത്തിലെത്തി നിൽക്കുമ്പോഴും പ്രകടമാണ്. നർമ്മസന്ദർഭങ്ങൾ ആദ്യഭാഗത്തിലേതുപോലെ സ്വാഭാവികമായി തിരക്കഥയിൽ ഉൾച്ചേർത്തിട്ടുണ്ട്.